നിങ്ങൾ എവിടെയും പ്രത്യക്ഷത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ഒരു സഖ്യം ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞു ആ സഖ്യം പോരാണെങ്കിൽ മറ്റൊരു സഖ്യം എന്താ സ്ഥിതി? അടിപൊളി മറ്റത്തൂരിൽ അല്ല, ഞങ്ങൾ ഒരു പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും ഇല്ല. ഏതെങ്കിലും പ്രദേശത്ത് എന്തെങ്കിലും നീക്കുപോക്കുകൾ നടന്നിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് അത് ഞാൻ പറഞ്ഞോട്ടെ, ജമാഅത്തെ ഇസ്ലാമിയുടെ വേദികളിൽ പ്രസംഗിച്ചതോ, നിങ്ങൾ വോട്ട് വാങ്ങിയതോ, എന്തൊരു താല്പര്യമാണ്. ഞാൻ പറഞ്ഞോട്ടെ സ്മൃതി, നിങ്ങൾ ഇതന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണ്ട. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാർ വന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയെ അല്ലെങ്കിൽ കേരളത്തിലെ CPM നേതാക്കന്മാരെ കണ്ടതിന്, അത് അവർക്ക് കാണാൻ അവസരം കൊടുത്തതിന് അതിന് തെറ്റുണ്ടെന്ന് പറയാൻ പറ്റുമോ? അത് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞല്ലോ കണ്ടിട്ടുണ്ട് എന്ന്. അത് കരുതി അവരുമായിട്ട് സഖ്യമുണ്ട്, അവരുടെ ഏതെങ്കിലും നയപരിപാടികൾ അവരുടെ ആദർശത്തിന് പൂർണ്ണ പിന്തുണ കൊടുത്തിട്ടുണ്ടോ? അവരുടെ മതരാഷ്ട്രവാദം ഇല്ലാതായി എന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. ഏത് സാഹചര്യമാണ്, അത് ഏത് പരിപാടിയാണ്? പൊതു പരിപാടിയിൽ ആ പ്രദേശത്തെ ജനപ്രതിനിധി എന്നുള്ള നിലക്ക് എനിക്കറിഞ്ഞൂടാ. എന്താണ് എനിക്കറിഞ്ഞൂടെ ഏതാ പരിപാടി? എനിക്കത് ആവശ്യമില്ല. എനിക്കതിന്റെ ആവശ്യമില്ല. ഏതാ പരിപാടി? അല്ല, പിന്നെ നിങ്ങളല്ലേ ആരോപണം ഉന്നയിച്ചത്? ഞാനാണ് ഉന്നയിച്ചത്. എന്റെ കുറ്റാണോ? മറുപടി പറയണ്ടേ? നിങ്ങൾ അറിയണ്ടേ വസീഫ്? ഏതാ പരിപാടി എന്ന് പറ. എനിക്കറിയില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടിയിൽ ഞാൻ അറിയാത്തത് എങ്ങനെ പറയാം? നിങ്ങൾ പറയണം. അറിവില്ലായ്മ പരിപാടി എന്താണെന്ന്. ഞാനൊരു നഗ്നസത്യം പറയട്ടെ, എനിക്കൊന്നും ഓർമ്മയില്ലാട്ടാ. ഇത് നിങ്ങൾ പറഞ്ഞ പരിപാടി എനിക്കറിയില്ല എന്ന് പറഞ്ഞ തെറ്റാണോ? നിങ്ങളല്ലേ പറയേണ്ടത്? അങ്ങനെ പരിപാടിയെ കുറിച്ച് എനിക്ക് അറിഞ്ഞൂടാ. പടയച്ചാ പോരാ, പരിപാടി ഏതാന്ന് പറ. പരിപാടി എന്താ നിങ്ങൾ പറയണം. പരിപാടി നിങ്ങൾ പറയണം. ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടിയിൽ പടം വരുമ്പോൾ ആ പരിപാടി എന്തിനു പങ്കെടുക്കും എന്നുള്ള പറയണം. അല്ലെങ്കിൽ അതൊരു വ്യാജ ചിത്രമാണെങ്കിൽ നിങ്ങൾ കേസ് കൊടുക്കുകയും വേണം കേട്ടോ. ഞങ്ങൾ കേസ് കൊടുക്കേണ്ടതിനൊക്കെ ഞങ്ങൾ കേസ് കൊടുക്കും. സ്മൃതി ഏതെങ്കിലും പടമോ ഏതെങ്കിലും പരിപാടിയോ ഉന്നയിച്ചിട്ട് ഇങ്ങനെ പറയല്ലേ? കേരളത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ പറ, കേരളത്തിൽ എവിടെയെങ്കിലും CPM പരസ്യമായി ഞങ്ങൾ ഇതാ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ നിലപാടിനെ അംഗീകരിക്കുന്നു, അവരുടെ മതരാഷ്ട്രവാദത്തെ അംഗീകരിക്കുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ പറയില്ല. എന്നാൽ ഇവിടെ നോക്കൂ, നിങ്ങൾ മറ്റത്തൂരിൽ ജയിച്ചു കഴിഞ്ഞ, കൈപ്പത്തി ചിഹ്നത്തിൽ ജയിച്ച 8 പേരാണ് കൂട്ടത്തോടെ പോയി BJPയുമായി ചേർന്നത്. കൈപ്പത്തി ചിഹ്നത്തിൽ ജയിച്ചവർ താമരയായി മാറി അവിടെ മത്സരിക്കുക CPM തോൽപ്പിക്കാൻ. നിങ്ങൾക്കൊരു പ്രശ്നമില്ല, നിങ്ങൾക്കൊരു അസ്വസ്ഥതയില്ല, ഒരു ചൊറിച്ചിലുമില്ല. ജമാഅത്തെ ഇസ്ലാമിയും 3 BJPക്കാരും ഒരു സ്വതന്ത്രയെ പിന്തുണച്ചു. അപ്പോൾ നിങ്ങൾ അതിനെ പറഞ്ഞു എല്ലാ ഈ 8 കോൺഗ്രസ്സുകാരും BJPയിലേക്ക് പോയി എന്ന്. മറ്റത്തൂർ പ്രത്യേകമായി എടുത്ത് ഒരു ദിവസം മറ്റത്തൂർ തന്നെയാണ് ചർച്ച ചെയ്തത്. അന്ന് വസീഫ് ഉണ്ടായിട്ടുണ്ടാവില്ല. ആ ചർച്ച അങ്ങനെ നടത്തിയിട്ടുണ്ട്.